പത്രോസിനെ നമുക്ക് കാണാൻ കഴിയുന്നത് പത്രോസിന്റെ സ്വഭാവങ്ങളാണ് ഇതുപോലെ കളഞ്ഞ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തില് യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടുന്ന ഒരു ഭാഗമുണ്ട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നടിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ എന്ന് പത്രോസിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു. ഈ സമയത്ത് യോഹന്നാന്റെ 2 ശിഷ്യന്മാര് യേശുവിനെ പിൻഗമിച്ചതായിട്ട് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തില് പിൻഗമിച്ചവരില് ഒരാള് പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. മറ്റേ സഹോദരനെ കുറിച്ച് മറ്റേ ശിഷ്യൻ ആരായിരുന്നു എന്ന് അറിയുന്നില്ല, അവിടെ പറയുന്നില്ലെങ്കിൽ തന്നെയും പൊതുവെ യോഹന്നാനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ അന്ത്രയോസ് യേശുവിനെ കണ്ടതിന് ശേഷം തന്റെ സഹോദരനായ പത്രോസിന്റെ അടുക്കൽ അല്ലെങ്കിൽ ശിമോന്റെ അടുക്കൽ ചെന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് അന്ത്രയോസ് ശിമോനോട് പറയുന്നുണ്ട്, ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. 1-ാം അധ്യായത്തിലെ കാണാൻ കണ്ടെത്തി എന്ന് പറയും. അപ്പോൾ അതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പത്രോസും അന്ത്രയോസും ഒക്കെ വരുവാനുള്ള മശിഹയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി കാത്തിരുന്നവരാണ്. അതുകൊണ്ടാണ് അന്ത്രയോസ് പറയുന്നത്, ഞങ്ങള് അവിടെ എന്ത് ചെയ്തു, കണ്ടെത്തി എന്ന് പറയുകയാണ്. അതിനുശേഷം നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 1-ാം അധ്യായം ുള്ള വാക്യം വായിക്കുമ്പോൾ ഞങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ ക്രിസ്തുവിനെ കാണുവാൻ എന്ത് ചെയ്തു, ആഗ്രഹിച്ചതുകൊണ്ടാണ് എന്ത് ചെയ്തത്, കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. കാണുന്നു. അപ്പൊ യേശുവിന്റെ അടുക്കൽ പത്രോസ് വരുവാനുള്ള ഒരു മുഖാന്തരം പത്രോസ് സഹോദരനായ അന്ത്രയോസാണ്. അപ്പൊ യേശുവിന്റെ അടുക്കൽ പത്രോസിനെ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അടുത്ത ഭാഗം വായിക്കാം. യേശു അവനെ നോക്കി. യേശു അവനെ നോക്കി എന്നാണ് കാണുന്നത്. സാധാരണ നോക്കുന്നത് പോലെയല്ല. യേശു അവന്റെ ഉള്ളങ്ങളെ എന്ത് ചെയ്തു, നോക്കി എന്നുള്ളതാണ്. യേശു അവനെ കണ്ടു. എന്നിട്ട് പറയുകയാണ്, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാവും. കേഫ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അരാമ്യ പദമാണ്. പാറയുടെ അരാമ്യ പദമാണ് കേഫ എന്ന് പറയുന്നത്. അവനെ കർത്താവ് പറയുകയാണ്, അവിടെ വായിക്കുന്നു, അത് പത്രോസ് എന്നാകും. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം പാറ കഷ്ണം എന്നാണ്. ഇപ്പൊ യേശു ആദ്യമേ തന്നെ പത്രോസിനെ ഇവിടെ കണ്ടു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ മശിഹായെ അന്ത്രയോസും പത്രോസും ഒക്കെ കണ്ടു എങ്കിൽ തന്നെയും ഉടനെയൊന്നും പത്രോസ് യേശുവിനെ അനുഗമിച്ചതായിട്ടൊന്നും കാണുന്നില്ല. പിന്നീട് നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചൊരു ഭാഗമുണ്ട്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ തിബിരിയാസ് കടലില് തീരത്ത് യേശു ചെന്നപ്പോൾ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലെ 1-ാം വാക്യം തൊട്ടൊന്ന് വായിക്കാം. ഗന്നേസരത്തിന് തടാകത്തിന് നിൽക്കുമ്പോൾ ഇവിടെ
കാണുന്നു ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ വേറൊരു ഭാഗത്ത് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട് പത്രോസിനെ കർത്താവ് വിളിച്ചത് ഗലീല കടപ്പുറത്ത് നിൽക്കുമ്പോൾ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ വേറൊരു ഭാഗത്ത് തിബിരിയാസ് കടലെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം തന്നെ കടലെന്ന് പറയുന്നത് ഗലീല കടലാണ്. എന്നാൽ ഈ ഗലീല കടലിന്റെ പല തീരങ്ങളാണ് ഈ ഗന്നേസരത്ത് തടാകം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കടലിന്റെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള വഴി പോകുന്ന കടലിലെ ശംഖുമുഖം എന്ന് പറയുന്ന ഒരു തുറമുഖമുണ്ട്. പിന്നെ അങ്ങനെ പല തുറമുഖം പോലെ ഈ ഗലീല കടൽ എന്ന് പറയുന്ന ആ കടലിന്റെ പല തീരങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഗലീല കടലിന്റെ തീരം പല കവർന്നഹൂമ്, ബെത്സയിദ, ഇതെല്ലാം തന്നെയും ഈ ഗലീല കടലിന്റെ പല തീരങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഈ 5-ാം അധ്യായത്തിലെ പത്രോസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ഗന്നേസരത്തിന്റെ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ ദൈവവചനം കേൾക്കേണ്ടതിന് ആൾക്കാർ എന്ത് ചെയ്തു? തിക്കിക്കൊണ്ടിരുന്നു. 2 പടകിനെ യേശു കണ്ടു. അതിൽ പത്രോസിലുള്ള പടകിൽ യേശു എന്ത് ചെയ്തു? കയറി. നമുക്ക് ആ പത്രോസിന്റെ ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് പറയുന്നുണ്ട്, നാളെ രാത്രി മുഴുവൻ ഞങ്ങള് അധ്വാനിച്ചു, ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, ലഭിച്ചില്ല. ഇവിടെ നമുക്ക് വളരെ ആഴമായ ഒരു വിഷയം എന്ന് പറയുന്നത്, യേശുവിനെ പത്രോസ് കണ്ടു. അവനെ കണ്ടിട്ട് കർത്താവ് അവനെ കൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ അവനെ ആഗ്രഹിച്ചു. അതിനുശേഷവും അവൻ മീൻ പിടിക്കുവാൻ പോയപ്പോൾ അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ശൂന്യത സംഭവിക്കാതെയായിരുന്നു. ദൈവം ഒരു വ്യക്തിയെ കണ്ടുവെങ്കിൽ അത് അവനെ വിളിക്കുവാനും വേണ്ടി ദൈവം വിവിധ മുഖാന്തരങ്ങളിലൂടെ ദൈവം കടത്തിവിടും. ഇവിടെ പത്രോസിന്റെ ജീവിതത്തില് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനും വേണ്ടി ദൈവം ഉപയോഗിച്ചൊരു മുഖാന്തരമാണ് നല്ല മീൻപിടുത്തത്തിന് ശീലമുള്ള പത്രോസ്. എവിടെയൊക്കെ മീനുണ്ട് എന്ന് കടലിന്റെ എല്ലാ ഭാഗത്തെ കുറിച്ചും അറിയാവുന്ന പത്രോസ് കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ പല വലകൾ കൊണ്ട് വീശിയെങ്കിൽ തന്നെയും ഒരു മീൻ പോലും അണന്ത് ചെയ്തില്ല, ലഭിച്ചില്ല. ജീവിതത്തിൽ ശൂന്യത കടന്നു വരുവാനിടയായിരുന്നു. ഇപ്പൊ ജീവിതത്തിലേക്ക് ശൂന്യത കടന്നു വരുമ്പോൾ ഓർത്തുകൊള്ളണം, ഇതിനൊക്കെ ദൈവത്തിന്റെ ചില ഉദ്ദേശങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ഭാഗം ഞാൻ ചിന്തിപ്പാനിടയായിരുന്നു യോനയെ കുറിച്ച്. യോന ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവൻ സഞ്ചരിച്ച കപ്പല് കൊടുങ്കാറ്റ് കൊണ്ട് എന്ത് ചെയ്തു? തകരുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി. അപ്പോൾ എല്ലാവരും നിലവിളിച്ചു, എല്ലാവരും മരണഭീതിയിലായി. കാര്യം എന്താ അറിയാമോ? ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും അതനുസരിക്കാതെ പോയ യോനയെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം യോന സഞ്ചരിച്ച കപ്പലിൽ മേൽ എന്ത് ചെയ്തു? ഒരു കൊടുങ്കാറ്റിനെ അയപ്പാന്തക്കൊണ്ടിടയായി തീർന്നു. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം, ഞാൻ അതിലൂടെ എന്റെ മനസ്സിലൂടെ വന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ കുടുംബത്തിലായാലും പ്രശ്നങ്ങളൊക്കെ ശക്തമായി വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കാണുവാൻ ഇടയാകണം. ഇതിനൊക്കെ പിന്നിൽ ദൈവത്തിന് നമ്മെ ഒന്നുകൂടെ പണിയുവാൻ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ ഒന്നുകൂടെ രൂപപ്പെടുത്തുവാനൊക്കെയാണ് ഈ പ്രശ്നങ്ങളും തിരമാലകളും ഒക്കെ ദൈവം. ഒരിക്കലും നമ്മെ നശിപ്പിച്ചു കളയുവാനല്ല നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ. ഇവിടെ പത്രോസ് ശൂന്യമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള കാര്യം, പത്രോസിനെ ദൈവം മുന്നമേ എന്ത് ചെയ്തു? കണ്ടു. അവനെ ഒന്ന് നോക്കി, അവനിലൂടെ ചിലത് ചെയ്യണമെന്ന് ദൈവം ചിന്തിച്ചു. അവിടെ രാത്രി മുഴുവൻ അധ്വാനിക്കുകയാണ്. പത്രോസ് അതിനൊക്കെ നിരാശപ്പെട്ടു, ഭാരപ്പെട്ടു. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് ഇറക്കി എന്ത് ചെയ്യണം? പല വീശുവാൻ പറഞ്ഞു. പല വീശി പെരുത്ത മീൻ കൊണ്ട് എന്ത് ചെയ്തു? കെട്ടി. ദൈവം അതിലൂടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അപ്പോഴായിരിക്കുന്ന ആ അനുഭവങ്ങൾക്ക് ഒരു വ്യത്യാസം തന്നതിന് ശേഷമാണ് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നത്?
സമർപ്പിക്കുന്നത്. ഇവിടെ വായിക്കുന്നു, ദൈവം അവന്റെ ശൂന്യതകളെ ആദ്യമേ എന്ത് ചെയ്തു? ഒന്ന് മാറ്റി. അവനിൽ ഒരു അത്ഭുതം ദൈവം ചെയ്തു. അതിനുശേഷം അവിടെ വായിക്കുന്നുണ്ട്, പത്രോസ് നമുക്ക് 5-ാം അധ്യായത്തിലേക്ക്, ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ അടുക്കൽ പത്രോസ് കുനിഞ്ഞിട്ട് പറയുകയാണ്, ഞാന് പാപിയായൊരു മനുഷ്യനാണ്. 5-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ അവർക്ക് 8 മുതലുള്ള വാക്യം വായിച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടിയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. അവിടെ വായിക്കുന്നു, തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, കർത്താവ് യേശു അവനോട്, ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീയെ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. അവിടെ 11-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെന്ത് ചെയ്തു? അനുഗമിച്ചു. അപ്പൊ സകലവും വിട്ട് അനുഗമിക്കാനുള്ള മുഖാന്തരം ഇതാണ്. ഒന്നാമത് അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ശൂന്യത സംഭവിച്ചു. ഈ ശൂന്യതയ്ക്ക് ദൈവം ഒരു പരിഹാരം കൊടുക്കാനിടയായി തീർന്നു. നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോഴും കാലാകാലങ്ങളിലൊക്കെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചതിന് പിന്നിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറയുവാനുള്ള പല മുഖാന്തരങ്ങളുണ്ട്. ഒരിക്കലും നമ്മള് സ്വയമായി വന്നവരാകണമെന്നില്ല. സ്വയമായി വന്നവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ തന്നെയൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി തിരിച്ചവരുടെ പിന്നിലൊക്കെ അവരനുഭവിച്ച ഒത്തിരി കഷ്ടതകളുണ്ട്. ആ കഷ്ടതകളിൽ ദൈവം പ്രവർത്തിച്ച ഒത്തിരി വിധങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അവിടെ ദൈവം ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. അതുകൊണ്ട് കർത്താവിനെ വിട്ടു പോകാനൊന്നും എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾക്ക് കഴിയത്തില്ല. പൗലോസിന്റെ ജീവിതത്തിലും നമ്മളെ പഠിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്നെ വേർതിരിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. കാരണം അത്രമാത്രം വ്യക്തമായ അനുഭവം, ദർശനം കർത്താവ് അവന്റെ ജീവിതത്തിൽ പകർന്നു. ആ മിടുക്കനായ, എന്തും തകർത്തെറിയുവാൻ ആഗ്രഹിച്ചു മുന്നേറിയ പൗലോസിനെ ദൈവം താഴെയിടുവാൻ ഇടയായി തീർന്നു. അവിടെ കിടന്നുകൊണ്ട് പൗലോസ് നിലവിളിക്കുകയാണ്, കർത്താവ് നീയെ ആരാണ് എന്ന് നിലവിളിക്കുന്ന ഒരു ശബ്ദം പൗലോസിലൂടെ ഉയരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഒരു ശബ്ദം കേൾക്കാം, പൗലോസേ, ശൗലേ, നീ ഉപദ്രവിക്കുന്ന ആരാണ്? യേശുവാണ്. ഒക്കെ വ്യക്തമായ ഒരു ദർശനം പൗലോസിന്റെ ജീവിതത്തിൽ ലഭിച്ചതുകൊണ്ടാണ് കഷ്ടങ്ങളിലൂടെ പോയപ്പോഴും മരണത്തിന്റെ അനുഭവത്തിലൂടെ പോയപ്പോഴും പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്നത് ആരെ? കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ വന്നാലോ എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേർതിരിക്കാൻ കഴിയത്തില്ല. ജീവിതത്തിലെ കർത്താവിനോടുള്ള അനുഭവമാണ് കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മെ ഓരോ ദിവസവും പിടിച്ചു നിർത്തുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനോടുള്ള നല്ല അനുഭവം ഉണ്ടാകണം. നമ്മൾക്കൊക്കെ ആ അനുഭവങ്ങളുണ്ട്, വിടുവിച്ച ഒത്തിരി വിധങ്ങളുണ്ട്, നമുക്ക് ദൈവ പ്രാർത്ഥന കേട്ട ഒത്തിരി വിധങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പത്രോസിനെ ദൈവം വിളിച്ച് വേർതിരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇനി പത്രോസിന്റെ പ്രത്യേകതകളെ നമ്മൾ നോക്കുമ്പോൾ നമ്മള് ഇപ്പൊ വായിച്ച വേദഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. ഒരു സമർപ്പണം ഉള്ളവനായിരുന്നു പത്രോസ്. ദൈവം പത്രോസിനെ ഉപയോഗിക്കാനുള്ള ഒന്നാമത്തെ കാര്യം അവന് ദൈവസന്നി സമർപ്പണമുള്ളവനായിരുന്നു എന്നുള്ളതാണ്. അവിടെ വായിക്കുന്ന സകലതും വിട്ടവൻ ചെയ്തു അനുഭവിച്ചു. അതുവരെയും അവനെ തന്റെ ഉപജീവനത്തിന് വേണ്ടി മീൻ പിടിച്ചുകൊണ്ട് നടന്ന പത്രോസ്
അന്ന് രാത്രിയില് അധ്വാനിച്ചിട്ടൊന്നും ലഭിക്കാത്തപ്പോൾ നിരാശയോടെ ആയിരുന്ന പത്രോസ് യേശു അവന്റെ ജീവിതത്തില് ചില പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ വായിക്കുകയാണ്, അവൻ പിന്നീട് ഭാവിയെ കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. അവന് മനസ്സിലായി, ഈ കർത്താവിനോട് കൂടെ നടന്നാൽ എനിക്ക് സകലതും മതിയെന്ന് പത്രോസിന് മനസ്സിലായി. ആ തലേ രാത്രിയിൽ അവൻ ഒത്തിരി നിരാശപ്പെട്ടതാ, മീനൊന്നും ലഭിക്കാത്തതുകൊണ്ട്. എന്നാൽ യേശുവിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയായി തീരുവന്നോ, എന്റെ കുടുംബം എങ്ങനെ പുലരുവന്നോ, എനിക്ക് നാളെ ആഹാരത്തിന് എന്ത് ലഭിക്കുമെന്നോ ഒന്നും ആരും ചിന്തിച്ചില്ല. പത്രോസ് ചിന്തിച്ചില്ല. അവൻ ഒരു കാര്യം വ്യക്തമായി, ഈ കർത്താവ് സകലത്തിനും എന്താണ്? മതിയായവനാണ്. കാരണം ഒന്നുമില്ലാത്ത സ്ഥാനത്താണ് വലിയ മീൻകൂട്ടം ചെയ്തു. ലഭിപ്പാൻ, വലിയ മീൻകൂട്ടം ലഭിപ്പാൻ ഇടയായിത്തോന്നു. അങ്ങനെയെങ്കിൽ ഈ കർത്താവ് എത്ര വലിയവനാണെന്നുള്ള ചിന്തയോടെ അവനെ പൂർണ്ണമായി സമർപ്പിക്കാൻ നിൽക്കുന്നതിടയായിത്തോന്നു. നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മളും പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്. ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചാൽ എങ്ങനെയായിരിക്കും? പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വന്നേക്കാം. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലായിരുന്നു. പത്രോസ് ഈ യേശുവിന് വേണ്ടി അവിടെ വായിക്കുന്നു, 12 വാക്യത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ പടകുകളെ കരക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് ചെയ്തു. അവനെ സകലവും വിട്ട് അനുഭവിപ്പാൻ. പിന്നെ യേശുവിന്റെ കൂടെയാണ്. ഒന്നാമത് പത്രോസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്വയ സമർപ്പണമുള്ളവനായിരുന്നു. കർത്താവ് ഇത്രേ പറഞ്ഞുള്ളൂ, ഇന്നു മുതൽ ഞാൻ നിന്നെ ആരാക്കും? മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. കർത്താവ് ഈ ശിഷ്യന്മാരെയൊക്കെ തെരഞ്ഞെടുത്തപ്പോഴേ ഈ അവിടെ വായിക്കുന്നുണ്ട്, അവര് എന്തുകൊണ്ടിരിക്കുകയായിരുന്നു? വല നന്നായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവര് അധ്വാനികളാണ്. ഒന്നാമത് അവരാരാണ്? അധ്വാനികളാണ്. കാരണം അവര് രാത്രി മുഴുവൻ തീരുമായിരുന്നു, അധ്വാനിക്കുന്നവരായിരുന്നു. അപ്പൊ കർത്താവിന് വേണ്ടത് എന്ന് പറയുന്നത് കുഴപ്പന്മാരെയല്ല വേണ്ടത്, കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്നവരെയാണ് എന്ത് ചെയ്യേണ്ടത്? കർത്താവിന് വേണ്ടത്. വേറൊന്നും വലയം ചെയ്തിരിക്കുകയായിരുന്നു. നന്നാക്കുന്നവരെ, പൊട്ടിപ്പോയതിനെയൊക്കെ ഒന്ന് ആ പൊട്ടലൊക്കെ മാറ്റുന്നവരെ, ഒന്നുകൂടെ പറഞ്ഞാൽ ജീവിതത്തിന്റെ കുറവുകളെ കണ്ടുപിടിച്ച് അതൊന്നുകൂടെ പണിയുന്നവരെയാണ് കർത്താവിന് വേണ്ടത്. ദാവീദിന്റെ ജീവിതത്തിലൊക്കെ ഒത്തിരി കുറവുകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ദാവീദ് തന്റെ തെറ്റുകളെ കുറിച്ച് ബോധ്യമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാപാപങ്ങളെ അകറ്റിയടിയനെ കാക്കണമേ. ചിലരുടെ ജീവിതത്തില് എത്രയൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചാലും അനുതാപമില്ലാത്തവരാണ്. എന്നാൽ അനുതാപമില്ലാത്തവരെ കൊണ്ട് കർത്താവ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദാവീദിന്റെയും ശൗലിന്റെയും ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ശൗലിനേക്കാൾ കൂടുതൽ തെറ്റുകൾ ചെയ്തവരാണ് ദാവീദെങ്കിൽ തന്നെയും കർത്താവ് ദാവീദിനെ കുറിച്ച് പറയുന്നത് എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്നാണ് പറയുന്നത്. എന്നാൽ ശൗല് അവനെ അനുദപിച്ചില്ല, അവൻ തെറ്റുകളെ കുറിച്ച് ബോധ്യം വന്നില്ലെന്നുള്ളതാണ്. ഇപ്പൊ കർത്താവിന് വേണ്ടത് പണിയുന്നവരെയാണ്. മറ്റുള്ളവരെ പണിയുക മാത്രമല്ല, സ്വയം പണിയുന്നവരെയാണ്. സ്വയം പണിയുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ ചുമതല ചെയ്യാൻ പറ്റത്തുള്ളൂ, പണിയുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് മറ്റുള്ളവരെ പണിയുവാൻ ഒത്തിരി താല്പര്യമുള്ളവരാണ്. മറ്റുള്ളവരുടെ കുറവുകളെ നമുക്ക് ചൂണ്ടിക്കാണിപ്പാൻ ഒത്തിരി നല്ല സാമർഥ്യമുള്ളവരാണ്. മറ്റുള്ളവരെ കുറവുകളെ പറയുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യവുമാണ്. എന്നാൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് കാണാൻ കഴിയുമോ? നമ്മുടെ കുറവുകളെ ഒന്ന് കാണാൻ കഴിയുമോ? അതാണ് ദൈവം പ്രസാദിക്കുന്ന കാര്യം. ഇവിടെ ശിഷ്യന്മാരെയൊക്കെ തെരഞ്ഞെടുത്തപ്പോൾ പല കീറിയതിനെയൊക്കെ ഒന്ന് നന്നാക്കുന്നവരെ കർത്താവ് നന്നാക്കുന്നവരെ നമുക്കൊന്ന് നോക്കാൻ കഴിയുമോ? എവിടെയൊക്കെ കീറുള്ള അനുഭവങ്ങളുണ്ട്, എവിടെയൊക്കെ കുറവുകളുള്ള അനുഭവങ്ങളുണ്ട്. ദൈവം അവരെ ദൈവശക്തമായി ഉപയോഗിക്കാൻ ഇടയാക്കി. സമർപ്പണമുള്ളവനായിരുന്നു പത്രോസ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേറൊരു നല്ലൊരു സ്വഭാവമാണ് പത്രോസിന്റെ ജീവിതത്തിലുള്ളത്.
ഒരു തകരുന്ന ഹൃദയമുള്ളവനായിരുന്നു. യേശുവിനെ 3 പ്രാവശ്യം പത്രോസ് എന്ത് ചെയ്തു? തള്ളിപ്പറയുവാന്നിടയായിരുന്നു. തള്ളിപ്പറഞ്ഞു. കർത്താവ് അതിനു മുമ്പ് അവനോട് പറഞ്ഞിരുന്നു, കോഴി പോകുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. അപ്പോഴവൻ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ 3 പ്രാവശ്യം അവൻ വിവിധ സമയങ്ങളിൽ തള്ളിപ്പറഞ്ഞു. അതിനുശേഷം കർത്താവിന്റെ മുഖത്ത് അതിനുശേഷം കോഴി എന്ത് ചെയ്തു? കൂവിയെന്നാണ്. അപ്പോൾ അവൻ ഓർമ്മ വന്നു. അവൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. അവനെ പുറത്തിറങ്ങി. ഇവിടെ വായിക്കുന്നത് ആദ്യ ദുഃഖത്തോടെ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 75-ാം വാക്യം. അതിദുഃഖത്തോടെ എന്ത് ചെയ്തു? കരഞ്ഞു. പത്രോസിന്റെ ജീവിതത്തിലെ വലിയൊരു സവിശേഷതയാണ് തകരുന്ന ഒരു ഹൃദയം അവരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. എന്നാൽ യൂദയ്ക്ക് ഒരു അനുതാപത്തിന്റെ അവസരം ലഭിച്ചില്ല. എന്നാൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ ഞാനിവനെ അവിടെ വായിക്കുന്നുണ്ട്, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോഴും ഞാനിവനെ അറിയുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവൻ പ്രാകുവാനും ആരെയാ പ്രാഗിയത്? കർത്താവിനെ എന്ത് ചെയ്തത്? എന്തൊക്കെയോ കർത്താവിനെ പറഞ്ഞു കാണും. അവൻ ദുഷ്ടനാന്ന് പറഞ്ഞു കാണും. കാരണം അവരുടെ മുന്നിൽ നിലനിൽക്കുവാനും വേണ്ടി, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വേണ്ടി പത്രോസ് വിചാരിച്ചു, ചിലപ്പോ എന്നെയും കൂടെ പിടിച്ച് ക്രൂസിൽ നിന്ന് വന്നേക്കാം. അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്നാണ് വായിക്കുന്നത്. എന്നാൽ ഇത്രയൊക്കെ പത്രോസ് ചെയ്തെങ്കിൽ തന്നെയും യൂദ കർത്താവെ ഒറ്റിക്കൊടുത്തു. ശരിയാണ്, യൂദ ഒരിക്കലും ചിന്തിച്ചില്ല കർത്താവ് ക്രൂശിക്കപ്പെടുമെന്ന് ചിന്തിച്ചില്ല. കാരണം ഈ ശിഷ്യന്മാരെല്ലാം ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇവൻ യഹൂദന്മാരുടെ ആരാണ്? രാജാവാണ്. കർത്താവിന് ഒത്തിരി ശക്തിയുണ്ടെന്ന് അവർക്കറിയാം. വെള്ളത്തിന്മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കർത്താവിനെ ഒന്ന് ഒറ്റിക്കൊടുത്താലോ കർത്താവ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകുമെന്ന് യൂദയ്ക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ ക്രൂശിച്ചു എന്ന് അറിഞ്ഞ് യൂദ കെട്ടിയാണെന്ത് ചെയ്തു? ചാകാൻ കാര്യം യൂദ ഒരിക്കലും ആഗ്രഹിച്ചില്ല. കർത്താവ് മരിപ്പാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ സാത്താൻ അവരോട് എന്ത് ചെയ്തു? കയറി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂദായെക്കാട്ടിൽ കൂടുതൽ കുറ്റം ചെയ്ത പത്രോസ് അവൻ അനുദപിച്ചതുകൊണ്ട്, തകർന്നതുകൊണ്ട് അവനൊരു മടങ്ങിവരവ് ഉണ്ടാവാൻ പറ്റുന്നതായി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, തകർന്നും നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവമേ നീ എന്ത് ചെയ്യത്തില്ല? നിരസിക്കില്ല. ഹനനയാവെന്ന് ഇച്ഛിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാവത്തിന് നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. തകർന്ന ഹൃദയം നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമാണ്. ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല, ദൈവസന്നിധി എപ്പോഴായാലും നമുക്ക് തകർന്ന ഹൃദയം ആവശ്യമാണ്. ആ തകർന്ന ഹൃദയത്തിന് വേണ്ടിയാണ് ദൈവം കർത്താവ് പറയുകയാണ്, നീ എന്ത് ചെയ്യത്തില്ല? നിരസിക്കുകയില്ല. ആ ഹൃദയത്തെ ദൈവത്തിനെ തള്ളിക്കളയുവാൻ കഴിയുകയില്ല. ഏത് കഷ്ടത്തിന്റെ നടുവിലായാലും തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധി കടന്നു വന്ന ആരെയും ദൈവം ഒരിക്കലും കൈവിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിനോട് സ്നേഹമുള്ളവനായിരുന്നു പത്രോസ്. യേശു ശിഷ്യന്മാരുടെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാന് യഹൂദന്മാരുടെ കയ്യാൽ ഏൽപ്പിക്കപ്പെടാൻ പോവുകയാണ്, ഞാന് മരിക്കും എന്നൊക്കെ പറയുമ്പോൾ പത്രോസ് ഇങ്ങനെ അവനെ മാറ്റി നിർത്തിട്ട് പറയുകയാണ്, കർത്താവേ ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. അപ്പൊ പത്രോസ് കർത്താവ് അവനെ ശാസിക്കുന്നുണ്ട്, സാത്താനെ നീ മനുഷ്യന്റെ അത്ര ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പത്രോസിനോട് കർത്താവ് ഒടുവില് യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്,
യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ? കർത്താവ് 3 പ്രാവശ്യം ചോദിച്ചു. കർത്താവിനറിയാം പത്രോസിന് കർത്താവിനോട് എന്തോണ്ട്, സ്നേഹമുണ്ട്. പിന്മാറ്റമൊക്കെ വന്നെങ്കിൽ തന്നെ സ്നേഹമുണ്ടെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടാണ് വീണ്ടും അവന്റെ ആ സ്നേഹത്തെ ഒന്നുകൂടെ, അല്ലെങ്കിൽ അവന്റെ കുറവുകളെ ഒന്നുകൂടെ ചൂണ്ടിക്കാണിക്കാനാണ് കർത്താവ് അങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചത്. 3ാമത്തെ പ്രാവശ്യം കർത്താവിനോട് പത്രോസ് പറയുകയാണ്, കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, നീ സകലതും എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് പത്രോസ് പറയുവാൻ ആയിത്തീർന്നു. ഇനി പത്രോസിന്റെ വേറൊരു ഗുണമാണ്, അവന് ദൈവിക ദർശനം പ്രാപിച്ചവനായിരുന്നു. അനേക ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരോടൊക്കെ ചോദിച്ചു, ഈ പുരുഷാരം എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? അവര് പറഞ്ഞു, നീ ഏലിയാവാണ്, നീ പ്രവാചകനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് അവരോട് ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അപ്പോൾ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്രേ എന്ന് പറയുകയാണ്. മറ്റുള്ള ശിഷ്യന്മാരൊന്നും മിണ്ടാതിരുന്നപ്പോൾ ദർശനം പ്രാപിച്ച പത്രോസ് പറയുകയാണ്, എന്നിട്ട് കർത്താവ് പറയുകയാണ്, പത്രോസേ, ഇത് വെളിപ്പെടുത്തി തന്നത് ആരല്ല, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ എനിക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പം മറ്റുള്ളവർക്ക് ലഭിക്കാത്തൊരു ദർശനം ആർക്കുണ്ടായിരുന്നു? അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. പലരും വിചാരിക്കുന്നുണ്ട് പത്രോസിന്റെ മേലാണ് സഭ പണിഞ്ഞെന്ന്. ഒരിക്കലുമല്ല. കർത്താവ് പറഞ്ഞത് ഈ പാറമേൽ, അതായത് ഈ ദർശനത്തിന്മേൽ ഞാൻ എന്റെ സഭയെ പണി. എവിടെ ദർശനമുണ്ടോ അവിടെ ദൈവത്തിന് ചിലത് പ്രവർത്തിപ്പാനുണ്ട്. നമുക്ക് ഈ സഭ ലഭിക്കാനിടയായിരുന്നു. സഭയെ കുറിച്ച് നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു ദർശനം ഉണ്ടായിരുന്നു. ആ ദർശനത്തിന്റെ പൂർത്തീകരണമാണ് ഈ സഭ. ഇവിടെ ആത്മാക്കളെ വേണമെന്ന് നമ്മൾ ദർശനം ഉണ്ടെങ്കിൽ ദൈവം വീണ്ടും വീണ്ടും ആരെ തരും? ആത്മാക്കളെ തരും. അപ്പോൾ നമ്മുടെ ദർശനത്തിന്റെ മേലാണ് ദൈവം പണിയുവാനത്തിലൂടെ ആയിത്തീരുന്നത്. ഒന്നുമില്ലാതെ ശൂന്യമായിരിക്കുന്ന അനേക സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. എന്താ അറിയാമോ? ദർശനം പ്രാപിച്ച ദേവദാസന്മാർ അവിടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. നമുക്ക് എന്തു വേണം? ദൈവത്തിന് പ്രാപിക്കണമെങ്കിൽ ദർശനം വേണം. ആ ദർശനത്തിന്റെ മേലാണ്. യാക്കോബിനെ കുറിച്ച് നമ്മളെ ചിന്തിക്കുമ്പോൾ, യാക്കോബ് ലാബാന്റെ ഭവനത്തിലായിരുന്നപ്പോൾ അവൻ ഇങ്ങനെ ഒരിക്കൽ വിലപിക്കുന്നുണ്ട്, ഞാൻ ഒന്നുമില്ലാത്തവനായി പോയിട്ട് വരുമല്ലോ, ഈ ലാബാൻ എന്റെ പ്രതിഫലം എന്ത് ചെയ്യുക, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഭവനത്തിന് വേണ്ടി ഞാൻ ഇനി എന്ന് കരുതും എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ ആട്ടിൻകൂട്ടങ്ങളെയൊക്കെ രണ്ടായി തിരിച്ചു കഴിഞ്ഞിട്ട് യാക്കോബിന് ദർശനമാണ് മാർഗം പുള്ളിയൊക്കെ ഉള്ള ആടുകൾ ഉണ്ടാകുക എന്നുള്ളത് യാക്കോബിന്റെ ദർശനമായിരുന്നു. ആ ദർശനത്തിന്റെ ഫലമാണ് ഉണ്ടാകുന്ന ആടുകളൊക്കെ എന്തായി തീർന്നു? മറുകളുള്ള പുള്ളികളുള്ള ആടുകളൊക്കെ ഉണ്ടാകാൻ കാര്യം യാക്കോബിന്റെ ഉള്ളിൽ ഒരു ദർശനം ഉണ്ടായിരുന്നു. അവനൊരു സ്വപ്നമുണ്ടായിരുന്നു. ദൈവം നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും. ദൈവം നമ്മുടെ ദർശനങ്ങളെ യാഥാർത്ഥ്യമാക്കും. അപ്പൊ ഒന്നാമത് നമുക്ക് എന്തോ വേണം? ഒരു ലക്ഷ്യം വേണം, ഒരു ദർശനം വേണം. എനിക്ക് എന്താകാം? എനിക്ക് കർത്താവിനോട് എത്രമാത്രം പ്രയോജനപ്പെടാം? ഈ ദർശനം ഇല്ലാതെ കർത്താവെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്തുവാ ചെയ്യേണ്ടത്? കർത്താവ് വ്യക്തമായി നമ്മോട് ചോദിക്കുക, നിനക്ക് എന്ത് വേണമെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ പുറത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തിന് ചില ദർശനങ്ങൾ പ്രാപിക്കാം. ആ ദർശനങ്ങളെ മേൽ ദൈവം ചിലത് പണിയുവാൻ ഇടയായിത്തീരും. അത് അസാധ്യമായ കാര്യമായാലും അത് സാധ്യമാക്കുവാൻ ദൈവം ശക്തനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു, പത്രോസ് ദർശനമുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി പത്രോസിന്റെ ചില വീഴ്ചകള്
പത്രോസിന് ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, കർത്താവ് ശിഷ്യന്മാർ പറയുന്നുണ്ട്, മത്തായി 26-ാം വാക്യം വായിക്കും. മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും 26-3 കർത്താവ് ശിഷ്യന്മാരില് പറയുന്നൊരു ഭാഗമുണ്ട്. പത്രോസിനോട് പറയുകയാണ്, നീ എന്നെ 3 പ്രാവശ്യം എന്ത് ചെയ്യും? തള്ളിപ്പറയും. അപ്പോൾ പത്രോസ് മറുപടി പറയുകയാണ്, ഞാൻ ഒരു നാൾ നിന്നെ എന്ത് ചെയ്തില്ല, തള്ളിപ്പറയുകയില്ല. അവനൊരു എത്രയാണ്? ഓക്കെ. എല്ലാവരും ഒരു നാൾ വിടറുകയില്ല ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രി കോഴി തള്ളിപ്പറയും. പത്രോസിനൊരു പൊങ്ങച്ചുണ്ടായിരുന്നു. പത്രോസിന്റെ ജീവിതത്തിൽ ഒരു അഹന്തയുണ്ടായിരുന്നു. ആരൊക്കെ തള്ളി പറഞ്ഞാലും, എന്റെ കൂടെ നിൽക്കുന്ന യോഹന്നാൻ തള്ളി പറഞ്ഞാലും, ആ കഥ പത്രോസ് പറഞ്ഞത്, ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല. ചിലപ്പോ എന്റെ കൂടെ നിൽക്കുന്ന യോഹന്നാൻ തള്ളി പറഞ്ഞെന്ന് പറഞ്ഞേക്കാം, യൂദാ തള്ളി പറഞ്ഞെന്ന് പറഞ്ഞേക്കാം, എന്നാലും എന്ത് ചെയ്യത്തില്ല, ഞാൻ തള്ളി പറയത്തില്ല. ഓവർ കോൺഫിഡൻസ് പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത ഭാഗം കർത്താവ് പറയുകയാണ്, നീ ഇങ്ങനെ പറഞ്ഞത് തള്ളി പറയത്തില്ല, എന്നാൽ ഈ കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളി പറയും. അതിനുശേഷം കർത്താവ് അതിന്റെ 40-ാം വാക്യം ഒന്ന് വായിക്കുക. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. യേശു വളരെ ദുഃഖത്തോടെ, വളരെ വേദനയോടെ ആ ഗെത്സമന തോട്ടത്തിൽ കരയുന്ന ആ സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്നാൽ ശിഷ്യന്മാർക്ക് ഒന്നും എന്ത് ചെയ്തില്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വായിക്കുന്നു, അവര് കർത്താവ് അവിടെ വേദനയോടെ ആയിരിക്കുമ്പോൾ ശിഷ്യന്മാർ സുഖത്തോടെ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഉറങ്ങിയ. കർത്താവ് നോക്കിയപ്പോൾ ഉറങ്ങുകയാണ്. കർത്താവ് ചോദിക്കുന്നുണ്ട്, ഒരു നാഴിക നിങ്ങൾ എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പത്രോസിന്റെ സുഖ സൗകര്യത നോക്കി. അതുകൊണ്ട് കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ വീഴ്ച സംഭവിക്കുന്ന ഒരു ഭാഗമാണ് പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോൾ. ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? പരീക്ഷ സംഭവിക്കാനിടയായിരിക്കും. പത്രോസ് ചിലപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവരുടെ ജഡത്തിന് ക്ഷീണമുണ്ട്, അത് ശരിയാണ്. നമ്മൾ ഒത്തിരി ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ്. പലപ്പോഴും നമ്മള് പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി മന്ദതയുള്ളവരാണ്. നമ്മുടെ ജോലി തിരക്കുകള്, നമുക്ക് ഒത്തിരി കാരണങ്ങൾ പറയാനുണ്ടെങ്കിൽ തന്നെ പിശാച് അടങ്ങുന്ന സുഖമുള്ളതുപോലെ ആരെ വിഴുങ്ങോണ്ട് വന്നൊക്കെ കൂടാതെ നടക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. നാം ജയിക്കണമെങ്കിൽ, പിശാചിനെ ജയിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ശോധനയെ ജയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ പ്രാർത്ഥന വേണം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേറെ ഒരു അവന്റെ ഒരു സ്വഭാവത്തിന്റെ വിശേഷതയായിരുന്നു എടുത്തിയാട്ടം. പത്രോസ് നമ്മൾ വായിക്കുന്നുണ്ട്, മഹാപുരോഹിതന്റെ ബാല്യക്കാരനെ വാളെടുത്ത് എന്ത് ചെയ്തു, വെട്ടി. പത്രോസിനെ എടുത്തിയാട്ടം ഒത്തിരി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പെട്ടെന്ന് എന്റെ മെസ്സേജിലേക്ക് ഇത് തീർക്കേണ്ടതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഏറ്റവും വേറൊരു അവനൊരു കുഴപ്പമായിരുന്നു, വേണ്ടാത്ത കൂട്ടുകെട്ട്. കർത്താവിനെ പിടിച്ചതിന് ശേഷം അവൻ പല സ്ഥലത്ത് പോയിരിക്കാൻ, ആ തള്ളി പറയാനുള്ള ഒരു കാര്യം, അവന് തീ കാഞ്ഞെടുത്ത് എന്ത് ചെയ്തു പോയിരുന്നു, ബാല്യക്കാരടുത്ത് പോയിരുന്നു. വേണ്ടാത്ത സ്ഥാനത്തൊക്കെ അവൻ എന്ത് ചെയ്തു പോയിരിക്കാൻ പറ്റുള്ളതായിരുന്നു. നമുക്ക് കൂട്ടുകൂടേണ്ടവരുണ്ട്. അതുകൊണ്ട് വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആരോഗ്യപ്രകാരം നടക്കാതെയും
പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും നമുക്ക് ഇരിക്കേണ്ടത്തെ ഇരിക്കാവൂ, നിൽക്കേണ്ടിടത്തെ നമുക്ക് നിൽക്കാവൂ. വേണ്ടാത്ത സ്ഥാനത്ത് നാം പോയി നിന്നാൽ നമ്മുടെ ജീവിതത്തില് കർത്താവിനെ തള്ളിപ്പറയുന്ന അനുഭവങ്ങള് കടന്നു വന്നേക്കാം. ഇത്രയായിരുന്നു പത്രോസിന്റെ ജീവിതത്തിലെ വീഴ്ചകൾ. ഞാൻ എല്ലാം വിശദമായി അത് ചിന്തിക്കുന്നില്ല. തന്നെ ഇത്രമാത്രം നമുക്ക് സുവിശേഷങ്ങളിലൊക്കെ വായിക്കുമ്പോൾ പത്രോസിനെ ഏറ്റക്കുറച്ചിലുള്ള ആത്മീയത്തിൽ ഏറി കുറഞ്ഞു വെക്കാൻ നിൽക്കുന്ന അനുഭവത്തിൽ പത്രോസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ കർത്താവിൽ നിന്ന് വാഗ്ദാന പ്രകാരം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ കണ്ട പത്രോസിന്റെ രൂപമല്ല പിന്നെ പത്രോസിനെ കാണാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ അവരെ പരിശുദ്ധാത്മാവിന് വേണ്ടി എന്ത് ചെയ്തു? കാത്തിരുന്നു. ഏകദേശം അനേക ദിവസങ്ങൾ അവർ കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പത്രോസാണ് 11 പേരോട് ചേർന്ന് എഴുന്നേറ്റിരുന്ന് കൂടെ നിന്ന് ജനത്തോട് ചെയ്യുന്നത് കർത്താവിനെ സാക്ഷ്യം പറയുവാനുണ്ടായിരുന്നു. അതിനു മുമ്പേ പത്രോസ് ഇങ്ങനെ പറഞ്ഞതാ, ഞാനിവനെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് കൂടി വന്ന അനേക ജനത്തോട് കർത്താവിനെ കുറിച്ച് ശക്തമായ സാക്ഷ്യം പറഞ്ഞു. അന്ന് എത്ര പേര് രക്ഷിക്കപ്പെടുന്നറിയാമോ? 3000 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാൻ നോക്കുക. ഒരിക്കല് പത്രോസ് കർത്താവിനെ അറിയത്തില്ലെന്ന് പ്രാഗ്യതാണ്, അവനെ തള്ളി പറഞ്ഞതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ദയായി തീർന്നു. നമുക്ക് പത്രോസ് ഒരു മുഖ്യവനാണ്, അവന് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, സമൂഹത്തിൽ വലിയ സ്ഥാനമില്ലാത്തവനാണ്. എന്നാൽ കർത്താവിനെ പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ ഇപ്പോഴത്തെ അനുഭവങ്ങളൊന്നും ഒരു വിഷയങ്ങളല്ല, തടസ്സങ്ങളല്ല. കർത്താവിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെതായ ശക്തമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കർത്താവിന് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോഴുള്ള അനുഭവങ്ങളൊന്നും ഒരു വിഷയങ്ങളെ അല്ല. വായിക്കുന്നു, പത്രോസ് കർത്താവിന് വേണ്ടി ഒത്തിരിയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രോസ് വിവിധ സ്ഥലങ്ങളിൽ പോയി കർത്താവിനെ സാക്ഷ്യം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഗം മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 8-ാം അധ്യായം അതിന്റെ 14 മുതലുള്ളതായ വാക്യങ്ങൾ. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടത് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവർക്ക് ആരുടെയും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റെടുക്കുകയും അവർ അവരുടെ മേൽ കൈവെച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. 7-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നു സ്തെഫാനോസിന്റെ മരണം. ആ മരണം ദൈവസഭയ്ക്ക് വലിയൊരു ആഘാതമായിരുന്നു. 8-ാം അധ്യായത്തിലേക്ക് കാണാൻ കഴിയുന്നു, യെരുശലേമിലുള്ള ജനമെല്ലാം എന്ത് ചെയ്തു? ചിതറിപ്പോയി എന്ന് വായിക്കുന്നു. ചിതറിപ്പോയ ജനം വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പറഞ്ഞു. ഫിലിപ്പോസ് ശമരിയയിലാണ് പോയത്. ഫിലിപ്പോസ് അവിടെ വായിക്കുന്നു, ചിതറിപ്പോയ വചനം 4-ാം വാക്യം തൊട്ടാണ്. വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവിടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. അവർ പറയുന്നത് ഏകമനത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ ദൈവം വലിയ പ്രവൃത്തി ചെയ്തു. അശുദ്ധാത്മാക്കൾ ബാധിച്ച് പലരുന്നു. അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ശമരിയ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. കാര്യം എന്താ അറിയാമോ? കർത്താവിന്റെ പ്രവൃത്തിയാണ് പട്ടണത്തിലുണ്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സന്തോഷം ലഭിക്കുന്നത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ആ പട്ടണത്തിൽ എന്തു സംഭവിച്ചു? വലിയ സന്തോഷം ഉണ്ടായി. കാര്യം പക്ഷപാതക്കാര് സൗഖ്യമാവുന്നു.
ഭൂതങ്ങൾ വിട്ടുപോകും. ഈ വലിയ പ്രവൃത്തികളെ കണ്ട് അവിടേക്ക് പത്രോസിനെയും യോഹന്നാനെയും അയച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും അവിടെ ഉള്ളവരോട് ചോദിച്ചു, നിങ്ങളെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോകും? അവർ പറഞ്ഞു, ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. അവരുടെ മേൽ അന്ന് വരെ ആത്മാവ് വന്നില്ലായിരുന്നു. പത്രോസും യോഹന്നാനും കൈവച്ചപ്പോൾ അവിടെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വന്നു എന്നവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഈ അതിന്റെ 8:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളില് 8 മുതലുള്ള വാക്യങ്ങളൊരു അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ശിമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാവുമെന്ന് പറഞ്ഞ് അപാലവൃത്ത് എല്ലാവരും ശ്രദ്ധിച്ചു വന്നു. അവിടെ വായിക്കുന്നു, ശിമോൻ എന്ന് പറയുന്ന ഒരു മന്ത്രവാദി ഈ ഫിലിപ്പോസിന്റെ സുവിശേഷത്തില് രക്ഷിക്കപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ഈ ശിമോൻ പത്രോസൊക്കെ കൈവച്ച് ജനസൗഖ്യം ആയി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, ശിമോനെ ചെന്ന് പറയുകയാണ്, ശിമോനെ കുറച്ച് ദ്രവ്യം കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? ദ്രവ്യം തരാം, ഈ വരം എനിക്കും കൂടെ കിട്ടണം. കാരണം ഈ ശിമോൻ നേരത്തെ എന്തായിരുന്നു ജോലി എന്നറിയാമോ? ആഭിചാരം ചെയ്ത് ജനത്തെ എന്ത് ചെയ്തിരുന്നു? ഭ്രമിപ്പിച്ചു പോകുന്നു. അനേകം അവന്റെ അടുക്കൽ വരുമായിരുന്നു. എന്നാൽ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ശക്തിയെല്ലാം പോയി. ഇപ്പോൾ അവൻ ഒന്നുമില്ലാത്തവനായിട്ട് നിൽക്കുക. ഇവനൊരു ആഗ്രഹമുണ്ട്, എല്ലാവരുടെ മുമ്പിൽ ഒന്ന് ആളാകണം, ഷൈൻ ചെയ്യണം. ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഷൈൻ ചെയ്ത് നടന്ന രാഷ്ട്രീയക്കാരും ഒക്കെ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും എന്ത് ചെയ്യും? ഷൈൻ ചെയ്യാൻ ശ്രമിക്കും. അതിനവര് പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. ഇവിടെ നമ്മള് കാണാൻ കഴിയുന്നു, ശിമോന് ചെന്ന് കൈക്കൂലി കൊടുത്തിട്ട് ഈ ശക്തി പ്രാപിപ്പാൻ ഇവരത് കിട്ടിയാൽ മതി, ഓരിടത്തെല്ലാം കൈവച്ചെന്ത് ചെയ്യും? അവനങ്ങനെ പൈസ ഉണ്ടാക്കും. ആത്മീയം എന്ന് പറയുന്നത് എന്താണ്? ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പത്രോസ് അവനെ ശാസിച്ചു. അതിന്റെ തീവ്രമാക്കി വായിക്കും. പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നിരൂപിച്ചുകൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതായിക്കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും. ഇവൻ ഈ കൈക്കൂലി കൊണ്ട് ചെന്നെങ്കിൽ തന്നെ ആദ്യത്തെ അപ്പോസ്തലന്മാര് ശ്രേഷ്ഠനായ പത്രോസ് ഈ പണത്തിന്റെ സ്വാധീനത്തിലൊന്നും എന്ത് ചെയ്തില്ല, വീണില്ല. അന്നവനെ പത്രോസിനൊന്നും ഈ പണമൊന്നും വേണ്ടായിരുന്നു. പത്രോസ് ഈ സകലവും വിട്ടെന്ത് ചെയ്തതാ? ഇതെല്ലാം വിട്ട് അനുഗമിച്ചതാണ്. പത്രോസിന്റെ മുഖ്യമായ ലക്ഷ്യം കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് പറയുകയാണ്, നിന്റെ പണം ഇതോടുകൂടി നീട്ട് നശിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ പത്രോസ് പ്രവർത്തിച്ച ഒത്തിരി വിധങ്ങളുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പത്രോസ് രണ്ടാമത് മിഷണറി യാത്ര ചെയ്ത യെരുശലേമിലും ദോപ്പയിലും കൈസരിയിലും ഒക്കെ പത്രോസ് പോയതായിട്ട് കാണുന്നുണ്ട്. അവിടെ തബീത എന്ന് പറയുന്ന സ്ത്രീയെ ഉയർപ്പിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ ദൈവം തന്നെ ദൂതനെ അയച്ചത് ചെയ്തു വിടുവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒക്കെ മുക്കുവനായ കഴിവില്ലാതിരുന്ന മീൻ പിടിച്ച് നടന്ന പത്രോസിനെ കർത്താവ് ശക്തമായി എടുത്ത് ഉപയോഗിച്ചപ്പോൾ മരിച്ചവർ ഉയർത്തുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ഒക്കെ കർത്താവിന് നമ്മളെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യിപ്പാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പൂർണ്ണമായ സമർപ്പണം ആവശ്യമാണ്.